ഫോട്ടോഷൂട്ടും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാറിലേക്കൊക്കെ പോകുവാൻ നേരത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർ ഓടിച്ചിരുന്നത് ഹൂയങ്ങാണ്. ഹോഞ്ചുവിന്റെ ഫോട്ടോസ് എല്ലാം തന്നെ നന്നായത് ഹോഞ്ചുവിന് നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ കിട്ടിയത് കൊണ്ടാണെന്നും അതുപോലെ തന്നെ ഹോയിങ്ങിന്റെ ഫോട്ടോസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നത് ഹോയിങ് നല്ലൊരു മോഡൽ ആയതുകൊണ്ടുമാണെന്നാണ് ഹോയിങ്ങും പറയുന്നത്. ഹൈജയുടെ അച്ഛനെയും അമ്മേനെയും കണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ജൂൺഹോ ആകട്ടെ വെളിയിൽ നിൽക്കുന്ന ഹൈജിനെയും കൂടി കാണുന്നു. ഞാൻ ഹോഞ്ചുനെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ജൂൺഹോ പറയുമ്പോഴാകട്ടെ, നീ അവളുടെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് പോലും ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. പിന്നെ അവൾ ഫോൺ എടുക്കാതിരുന്നത് അവളിപ്പോൾ ഒരാളുമായിട്ട് ഡേറ്റിങ്ങിലൊക്കെയാണ്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ അവൾ ഇപ്പോഴും നിന്നെ ഒന്നും ഓർത്തുകൊണ്ടിരിക്കുകയല്ല എന്നൊക്കെ ഹൈജിയും പറയുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് നീയും അവളെ ഉപേക്ഷിച്ചൊക്കെ പോയതല്ലേ, ഞാൻ എപ്പോഴും അവളെ പ്രൊട്ടക്ട് ചെയ്ത് അവളുടെ ഒപ്പം തന്നെ കാണുമെന്നൊക്കെ ഹൈജി പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് അസൂയ തോന്നിപ്പോകുന്നു. എന്തായാലും ഹോഞ്ചു ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോകുകയാണ്. ഹാൻഡ് റിവറിന്റെ ഒക്കെ തീരത്ത് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. അവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാകട്ടെ ഈ ഒരു കാറിലൊക്കെ അവൾ ആദ്യമായിട്ട് കയറുന്നത് കൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന ഓരോരോ ബട്ടണൊക്കെ അമർത്തിയൊക്കെ നോക്കുകയാണ്. ഓരോ ബട്ടൺ അമർത്തി കഴിയുമ്പോഴത്തേക്കും അവളും കിടക്കുന്ന ഒരു പൊസിഷനിലേക്കൊക്കെ മാറുന്നുണ്ടെങ്കിലും അടുത്ത ബട്ടണൊക്കെ അമർത്തി കഴിയുന്ന സമയത്താകട്ടെ വിൻഡോ ഒക്കെ തുറന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വിൻഡോ കയറ്റുവാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളും കുറച്ചൊക്കെ നനയുന്നു. പിന്നീട് അവനാണ് വിൻഡോ ഒക്കെ കയറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ സീറ്റൊക്കെ നേരാക്കി കൊടുക്കുകയും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. കാറിലുണ്ടായിരുന്ന ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്കൊക്കെ കയറുകയാണ് അവരും. ഇപ്പോഴാകട്ടെ അവൾക്ക് സ്റ്റെപ്പ് വഴി വേണം മുകളിലേക്കൊക്കെ പോകുവാൻ. കുറച്ച് എളുപ്പത്തിന് വേണ്ടി അവളും ഇപ്പോൾ അവന്റെ വീടിന്റെ വാതിൽക്കലൊക്കെയാണ് നിൽക്കുന്നത്. മാത്രമല്ല അവൾ ചെറുതായിട്ട് നനയുന്നതൊക്കെ ശ്രദ്ധിക്കുന്ന അവനും അവളെ പിടിച്ച് നീക്കിക്ക് നിർത്തുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുടയൊക്കെ നിവർത്തി അവൾ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത തവണ നമുക്ക് ഒന്നിച്ച് ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിച്ചാലോ എന്നൊക്കെ അവന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് മറുപടിയായിട്ട് അവളും ആവാമെന്നൊക്കെ പറഞ്ഞിട്ട് കയറിപ്പോകുന്നു. അങ്ങനെ ഇരിക്കെയാണ് 10 വർഷം മുമ്പ് നടന്ന മറ്റൊരു സംഭവമൊക്കെ കാണിക്കുന്നത്. അവളും ലൈബ്രറിയിലേക്ക് ഒരു ബുക്കിന്റെ റെക്കമെൻഡേഷന് വേണ്ടിയിട്ടൊക്കെ എത്തിയതായിരുന്നു. ബുക്കൊക്കെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ തക്കതായിട്ടുള്ള ഒരു റീസൺ ഒക്കെ എഴുതി കൊടുക്കണം. ഇത് വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. ഇതൊക്കെ വായിക്കുകയാണ് എങ്കിൽ തൊട്ടടുത്ത് ആരെങ്കിലും മരിച്ചാൽ പോലും നിങ്ങൾ അത് അറിയിക്കുകയുണ്ടാവുകയില്ല എന്നൊക്കെയാണ് അവൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ സ്റ്റാഫൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഇങ്ങനെ അവൾ കാണുകയാണ്. ഞാൻ എത്ര കത്താ നിനക്ക് നൽകിയത്, നീ എന്തുകൊണ്ടാണ് ഒരു കത്തിന് പോലും റിപ്ലൈ നൽകാതിരുന്നിട്ടുണ്ടായിരുന്നത്? അവളുടെ ഫീലിങ്സ് നിനക്ക് കുട്ടിക്കളിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ നിൽക്കുമ്പോഴത്തേക്കും നീ അതിന് ഹൈജു ഒന്നും അല്ലല്ലോ, ഒരു ലെറ്റർ പോലും അവൾ എനിക്ക് നേരിട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഇതിന് മറുപടി ഒന്നും നൽകുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ഹോയെങ്ങും പറയുന്നു. ഹൈജിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നീ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിനക്ക് സ്നേഹം എന്താണെന്നെങ്കിലും അറിയാവോ? എനിക്ക് തോന്നുന്നു നിനക്ക് അതൊന്നും തന്നെ അറിയുകയില്ല എന്ന്. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുള്ളത്. നീ ഭയങ്കര ബുദ്ധിമാനാണെന്നൊക്കെയാണ് നിന്റെ വിചാരം. എന്തായാലും നീ ചെയ്തതൊന്നും തന്നെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഹോഞ്ചു സംസാരിക്കുമ്പോഴത്തേക്കും അവനാകട്ടെ ഈ കത്തെഴുതുന്ന നേരത്ത് കൊറിയനൊക്കെ നന്നായിട്ട് പഠിക്കുവാനായിട്ട് അവളോട് ചെന്ന് പറയുന്ന ഹോയങ്ങിന്റെ മറുപടിയൊക്കെ കേൾക്കുന്ന അവളും നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അവളോട് നേരിട്ടൊന്ന് ചെന്ന് പറ. അതോടെ ഈ പ്രശ്നവും തീരും. ഞാൻ വല്ലതുമായിരുന്നു ഹൈജയുടെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും നിന്നെ പോലെ ഒരാളെ സ്നേഹിക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹോഞ്ചുവും പോകുന്നു. എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സാങ്പിലും നീ റൂഡായിട്ടൊക്കെയാണോ ഹോഞ്ചുവിനടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്? ഹൈജോട് നന്നായി കൊറിയനൊക്കെ പഠിക്കുവാനായിട്ട് നീ പറഞ്ഞോ? ഏതൊരാളാണ് അങ്ങനെയൊക്കെ ഒരാളോട് പറയുക എന്നൊക്കെയാണ് ഹോയിങ്ങിന്റെ അടുത്ത് അവൻ ചോദിക്കുന്നത്. മാത്രമല്ല ഇതിനു മുമ്പ് ലെറ്റേഴ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് നിനക്ക് സന്തോഷമായിരുന്നല്ലോ എന്ന് കൂടി സാങ്പിൽ പറയുന്നു. നേരത്തെ ആകട്ടെ ഈ ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കുന്നതിന്റെ ഹോഞ്ചുവിന്റെ വേർഷൻ മാത്രമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ യഥാർത്ഥത്തിൽ ലെറ്റേഴ്സ് ഒക്കെ കൊടുത്ത സമയത്തുള്ള ഹോയിങ്ങിന്റെ വേർഷൻ കൂടി കാണിക്കുകയാണ്. കത്തൊക്കെ കൊടുക്കുവാനായിട്ട് നിൽക്കുന്ന ഹോഞ്ചുവിനെ കാണുന്ന സാങ്പിലും ടോയ്ലറ്റിലെത്തിയതിനു ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ ഹുയിങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ ഹുയിങ്ങും ഒന്ന് റെഡി ആയിട്ടൊക്കെയാണ് ഹോഞ്ചുവിന്റെ മുമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്രൗണ്ടിൽ ഹോയിങ് ഓടിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഹോഞ്ചുവിനെയും അവൻ ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാകട്ടെ ഹോഞ്ചുവും തന്റെ ഫ്രണ്ട് നൽകിയ കത്താണ് ഇതേന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് കത്തൊക്കെ കൊടുത്ത സമയത്ത് ചെറുതായിട്ടൊന്നും വീണിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഓടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന ഹോയിങ്ങും അവിടെ നിന്ന് പോവുകയും പിന്നീട് വന്ന ആൾക്കാരൊക്കെ തന്നെ അവനിട്ട് തട്ടുകയും അതിനുശേഷം അവൾ ഓക്കെ ആണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഒന്നിച്ചോടുകയും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ലൈബ്രറിയിൽ വെച്ചും അവൾ അങ്ങനെ കത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് വളരെ വൈകിട്ടായിരുന്നു അവനും ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങുവാനായിട്ട് തുടങ്ങിയത്. പക്ഷെ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ഹോഞ്ചുവിനെയും അവൻ ശ്രദ്ധിക്കുകയാണ്. അവളും ഉറങ്ങി വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഹോയങ്ങാണ് അവളെ പിടിക്കുന്നത്.
പിന്നീട് പതിയെ അവളുടെ തലയൊക്കെ ഡെസ്കിലേക്ക് വെച്ചും കൊടുക്കുന്നു. ബുക്കിന്റെ റെക്കമെൻഡേഷൻ ഒക്കെ എഴുതുവാനായിട്ട് അവളുടെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവളും എഴുതിയിട്ടുണ്ടായിരുന്നതൊക്കെ അവൻ വായിച്ചു നോക്കുകയാണ്. ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈബ്രറിയിലെത്തി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബുക്കിൽ നിന്നും അടിച്ചു മാറ്റിയ കുറച്ച് വാക്കുകളൊക്കെ ചേർത്തിട്ടായിരുന്നു അവളും ഈ ഒരു കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ജുൻഹോയുടെ ബുക്ക് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പേപ്പറൊക്കെ ആയിരുന്നു അത്. എന്നാൽ പോലും ആ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ അവൻ നന്നായി തന്നെ അവൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നു. പിന്നീട് കുറെ നേരം കഴിഞ്ഞ് അവൾ എണീറ്റ് വരുമ്പോഴത്തേക്കും റെക്കമെൻഡേഷൻ ലെറ്റർ ഒന്നും കാണുന്നത് കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അതെല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കി അവൻ തന്നെ ആയിരുന്നു വെച്ചിട്ടുമുണ്ടായിരുന്നത്. അവൾ എടുത്ത ഫോട്ടോസ് ഒക്കെ വീട്ടിൽ വന്ന് നോക്കുന്ന ഹുവേങ് ആകട്ടെ നേരത്തെ അവൾ വീണ സമയത്ത് അവൻ ചിരിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അതിന്റെ ഫോട്ടോയൊക്കെ അവൾ എടുത്തതിനെ കുറിച്ചും ശ്രദ്ധിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലെത്തുന്ന അവളുടെ പാർക്കിംഗ് ഏരിയയിൽ മറ്റാരോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. പിന്നീട് ഓഫീസിനകത്തേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ഓഫീസിലുള്ള ബാക്കി സ്റ്റാഫ്സ് ഒന്നും തന്നെ അവളോട് സംസാരിക്കാതെയൊക്കെയാണ് ഇരിക്കുന്നത്. ബോസും പെട്ടെന്ന് തന്നെ അവളെ അകത്തേക്കൊക്കെ വിളിക്കുന്നു. അവളും എന്താണ് കാര്യമെന്ന് അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ഒരു മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ അവളും ബോസിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കുമാണ് അകത്തുണ്ടായിരുന്ന ചുൻഹോനെ അവൾ കാണുന്നത്. അപ്പോഴാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു സംഭവമൊക്കെ കാണിക്കുന്നത്. അവളാകട്ടെ ചുൻഹോ വിദേശത്തേക്ക് പോകുകയാണെന്നൊക്കെ അറിഞ്ഞിട്ട് എയർപോർട്ടിലേക്കൊക്കെ എത്തിയതായിരുന്നു. ചുൻഹോയോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് തിരുത്തുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും ചുൻഹോ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു. ഹോൻജുന്റേത് ഒരു ആനിമേഷൻ കമ്പനിയൊക്കെയാണ്. ഇവനാകട്ടെ കഥയൊക്കെ എഴുതുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ കഥയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഒക്കെ ഇവർക്ക് ആനിമേഷൻ ചെയ്യുവാനായിട്ട് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മൂവി എന്ന രീതിക്കൊക്കെ ആയിരുന്നു അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഹോൻജുവിനെ ഹെൽപ്പ് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൂൻഹോയും ഇരിക്കുന്നത്. ഞാൻ ഈ ഒരു ഷോയിന്റെ പ്രൊഡ്യൂസറാണ്. സോ എനിക്ക് സ്ഥിരമായിട്ട് നിന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് അവൾ ഇരിക്കുന്നത്. അങ്കിളും വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഓഫീസിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വിഷമിച്ചിരിക്കുന്ന എങ്ങനെയാണ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ പിറ്റേ ദിവസം യുഎസിലേക്ക് മടങ്ങി പോകുവാനായിട്ടൊക്കെ ആയിരുന്നു ഹോയിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാകട്ടെ അവന് മടങ്ങി പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവനൊരു പ്രൊജക്റ്റ് ഒക്കെ സെറ്റ് ആവാത്തത് കൊണ്ടായിരുന്നല്ലോ കൊറിയയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആകട്ടെ ആ ഒരു പ്രൊജക്റ്റ് എല്ലാം തന്നെ ശരിയായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെയും എന്തുകൊണ്ടാണ് നീ പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്നൊക്കെ അങ്കിളും അവനോട് ചോദിക്കുന്നു. യുഎസിലേക്ക് അത്യാവശ്യമായിട്ട് അവന് മടങ്ങി പോകേണ്ടതായിട്ടുണ്ടായിരുന്നെങ്കിലും ഒരാഴ്ച കൂടി ഇവിടെ നിൽക്കാമെന്നൊക്കെയാണ് അവന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ചുൻഹോ പോയ പുറകെ ചുൻഹോന്റെ അടുത്തേക്കൊക്കെ ഹോൻജുവും എത്തുകയാണ്. ഞാൻ എന്റെ പുതിയൊരു നോവലിന്റെ റിസർച്ചിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരുന്നു വിദേശത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നിനക്ക് വേണ്ടിയാണ് ഞാൻ മടങ്ങി എത്തിയിട്ടുള്ളത്. മാത്രമല്ല പണ്ടും നമ്മൾ ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു നോവൽ എഴുതുമെന്നും നീ അതൊക്കെ ആനിമേറ്റ് ചെയ്യുമെന്നതും. ഇപ്പോഴാകട്ടെ ആ ഒരു സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടൊക്കെ ചുൻഹോ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാണ് നീയായിട്ട് വെറുതെ എന്റെ ഇടയിലേക്ക് കടന്നുകൂടുന്നതെന്നൊക്കെ ആയിരുന്നു അവളും ചോദിക്കുന്നത്. നമ്മൾ ഒരിക്കൽ പോലും ബ്രേക്കപ്പ് ആയില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കഴിഞ്ഞ 3 വർഷവും ഞാൻ നിന്നെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഒരു കത്തൊക്കെ എടുത്തു കാണിക്കുകയാണ് അവനും. ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കള്ളമായിരുന്നു എന്നൊക്കെ ഹോഞ്ചുന്റെ അടുത്തും അവൻ ചോദിക്കുന്നു. സത്യം പറ, നീ നിന്റെ ഫസ്റ്റ് ലവിന് വേണ്ടിയിട്ടായിരുന്നോ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ അങ്കിൾ ചോദിക്കുന്ന സമയത്താണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കഫേയിൽ ഇരിക്കുന്ന ഹോഞ്ചുവിനെ അവനും കാണുന്നത്. പക്ഷെ ഹോഞ്ചുന്റെ ഒപ്പമുള്ളത് ചുൻഹോ ആണെന്നൊക്കെ മനസ്സിലാക്കുന്ന അങ്കിളും ആകെ ദേഷ്യപ്പെടുന്നു. ഇത് അവളുടെ ഫസ്റ്റ് ലവ് ആണ്. ഈ ചതിയൻ എന്തിനാണ് അവളെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളതെന്നൊക്കെയാണ് അങ്കിളും ചോദിക്കുന്നത്. പിന്നീട് ഹോഞ്ചുവും വെളിയിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവൻ എന്ന നാട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്, നീ എന്തിനാ ഇവനെയൊക്കെ കാണാൻ പോകുന്നത്? ഞാനും അവനായിട്ട് രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്കിളും. ജൂൻഹോയും അവളുടെ കയ്യിലൊക്കെ പിടിച്ചതിന് ശേഷം, നിനക്ക് എന്റെ അടുത്ത് ഫീലിങ്സ് ഇല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുവാൻ എന്തിനാണ് നീ മടിക്കുന്നത്? സത്യം പറ, നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ അവളോടും ചോദിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും ഹോയിങ്ങിനും വെറുതെ ഇരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവനാകട്ടെ നേരെ ചെന്ന് അവളുടെ കയ്യിലൊക്കെ പിടിച്ചതിന് ശേഷം, നിന്നെ ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഇന്നലെ നീ ഉപയോഗിച്ച ഹെയർ ഇലാസ്റ്റിക് ഒക്കെ ഇപ്പോഴും എന്റെ കാറിലൊക്കെ ഇരിപ്പുണ്ട്. വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന അവളും അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവന്റെ ഒപ്പം പോകുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം പണ്ടത്തെ മറ്റൊരു സംഭവം കൂടി കാണിക്കുകയാണ്. എനിക്ക് എന്റെ ഇഷ്ടമൊക്കെ അവനോട് തുറന്ന് പറയണം, അല്ലാതെ എനിക്കൊരു സമാധാനവും കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഹോഞ്ചു ഹോയിങ്ങിനോട് സംസാരിക്കുമ്പോഴത്തേക്കും, നീ സോൾജിയറിനെ പ്രണയിക്കുന്ന കാര്യമൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൂയെങ്ങും ഇരിക്കുന്നത്. പണ്ട് അവരുടെ ലൈഫൊക്കെ എത്രത്തോളം രസകരമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്.
അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.